നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ PYQ സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ടാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 102/2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു നോട്ട്ബുക്ക് കയ്യിലെടുക്കുക, അതോടൊപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട്സ് പറയുമ്പോൾ അത് ആ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ച് പോകണം. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ ഈ അടുത്ത് നടന്ന ചോദ്യപേപ്പറുകളിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ആ ഒരു പ്രവണത PSCയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2025, 24, 23 അല്ലെങ്കിൽ 2021 മുതൽ 2025 വരെ ഈ ഒരു കാലയളവിൽ നടന്ന ഡിഗ്രി, 12th, 10th ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം. ഓക്കെ, ഓപ്ഷൻസ്: A ഈജിപ്റ്റ്, B ബംഗ്ലാദേശ്, C മ്യാൻമാർ, D ശ്രീലങ്ക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. അതായത് അവിടെ രാഷ്ട്രപതി എന്നതിന് പകരം വരേണ്ടത് രാഷ്ട്രപിതാവെന്നാണ്. ഓക്കെ, രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം. ഓക്കെ, എങ്കിൽ അവിടെ ശരി ഉത്തരം ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഷെയ്ഖ് മുജിബുർ റഹ്മാനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇടക്കാലത്ത് വന്ന ഗവൺമെൻറ്, ബംഗ്ലാദേശിൽ വന്ന ഗവൺമെൻറ് അദ്ദേഹത്തിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കുന്നുണ്ട്. സോ അവിടെ രാഷ്ട്രപതി എന്നായതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അവിടെ രാഷ്ട്രപിതാവ് എന്നായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ആയതിന്. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ A ചൈനീസ് സംസ്കാരം, ഓപ്ഷൻ B മായൻ സംസ്കാരം, ഓപ്ഷൻ C ആസ്ടെക് സംസ്കാരം, ഓപ്ഷൻ D ഇൻക സംസ്കാരം. ഓക്കെ, 2025 ഒരു കറണ്ട് അഫെയർ ആണ്. മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് വന്ന SCERT 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഈ ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ബോക്സിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുത്തെ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ C ആസ്ടെക് സംസ്കാരം. ഓക്കെ, അപ്പോൾ SCERT ടെക്സ്റ്റുകളുടെ പ്രാധാന്യമൊക്കെ എത്രത്തോളമാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ A 1663 കൊച്ചി പിടിച്ചെടുത്തു, ഓപ്ഷൻ B മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, ഓപ്ഷൻ C കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ഓപ്ഷൻ D ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് നോക്കണം, ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ നമ്മുടെ ഈ ചോദ്യപേപ്പറിൽ ഇതേപോലെ ശരിയല്ലാത്തവ, ശരിയായവ, ബന്ധമില്ലാത്തവ തുടങ്ങിയ വാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വേർഡ് നിങ്ങളിവിടെ പ്രത്യേകം നോട്ടീസ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, സോ ഇവിടെ ബന്ധമില്ലാത്തവയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A 1663 കൊച്ചി പിടിച്ചെടുത്തു. സോ 1663 കൊച്ചി പിടിച്ചെടുത്തത് ആരാണ്? ഡച്ചുകാരാണ്. ഓക്കെ, ഡച്ചുകാരാണ് 1663 കൊച്ചി പിടിച്ചെടുത്തത്. ദെൻ ബാക്കി 3 പ്രസ്താവനകൾ: മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു തുടങ്ങിയ പ്രസ്താവനകളൊക്കെ പോർച്ചുഗീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പോർച്ചുഗീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂള് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലാണ് യൂറോപ്യൻ സ്കൂള് സ്ഥാപിച്ചത്. ദെൻ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വർഷം 463 വർഷം. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് A വിഭാഗത്തിന് അനുയോജ്യമായ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. അവിടെ നോക്കിയേ, അവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്, A കോളം ആൻഡ് B കോളം. ദെൻ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു
ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കും. അത് ആദ്യം കണ്ടെത്തണം. ഓക്കെ, സോ ഇവിടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളത് അറിയാം. വി ഡി സവർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ് ഭാരതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ആ ഒരു കാര്യം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ അതോടൊപ്പം തന്നെ അത് കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ളത് എളുപ്പമാണ്. ഇതാ ഓപ്ഷൻ ഡി നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, ഡി അല്ലെ, ആ ഡി എന്നുള്ള ഓപ്ഷനിൽ അവസാനത്തെ ഡി എന്തുമായിട്ട് കണക്ട് ആയിരിക്കുന്നു? അഭിനവ് ഭാരതുമായിട്ട് കണക്ട് ആയിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവയും കൂടെ നോക്കാം. ജെ എം ചാറ്റർജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരത് മാതാ സൊസൈറ്റി. അതോടൊപ്പം തന്നെ ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ദെൻ നമുക്കറിയാവുന്ന വി ഡി സവർക്കർ അഭിനവ് ഭാരത്. ഓക്കെ, സോ ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിൽ എത്തിച്ചേരുവാനായി കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ്? ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി ഭക്ത് ഖാൻ, ഓപ്ഷൻ സി കുൻവർ സിംഗ്, ഓപ്ഷൻ ഡി ബഹദൂർ ഖാൻ. സോ കുൻവർ സിംഗ് അല്ലെങ്കിൽ കൻവർ സിംഗ്, രണ്ട് രീതിയിലും പറയാം. സോ അവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൻവർ സിംഗ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള നേതാക്കളെയും കൂടെ നോക്കാം. 1857 എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ. അത് നമ്മുടെ ചാനലിൽ വരുന്ന തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ കൂട്ടുകാർക്ക് അത് കാണുവാനും കൃത്യമായിട്ട് പഠിക്കുവാനായി കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കാൺപൂരിലെ നേതാവ് ആരായിരുന്നു? കാൺപൂരിലെ നേതാവ് നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. ദെൻ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനും. ദെൻ ബറേലിയിലെ നേതാവ് ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഖാദർ ഖാൻ. അതോടൊപ്പം തന്നെ മധുരയിൽ ദേവി സിംഗും ഝാൻസിയിൽ ഝാൻസി റാണിയും. ഓക്കെ, ഈ നേതാക്കളുടെ പേരുകളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എ കോളം ബി കോളം എന്നൊക്കെ തന്ന് ചോദിക്കാറുണ്ട്. സോ കൃത്യമായി അവിടെ നോട്ട് ചെയ്ത് വെച്ചോളുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആറാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, സോ ഈ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ കൂട്ടുകാർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവിടെ എന്ത് ചെയ്യണം? വർഷങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഓരോന്നിന്റെ വർഷങ്ങൾ നമുക്ക് നോക്കാം. സോ ആദ്യത്തത് ഓപ്ഷൻ എ കുറിച്യ ലഹള നടന്ന വർഷം 1812. ഓക്കെ, കുറിച്യ ലഹള വർഷം എന്നാണ് സുഹൃത്തുക്കളെ? 1812. ദെൻ ഓപ്ഷൻ ബി സന്യാസി കലാപം 1770. ഓക്കെ, 1770 മുതൽ 1820 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സന്യാസി കലാപം നീണ്ടു നിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സിന്താൽ കലാപം അല്ലെങ്കിൽ സന്താൽ കലാപം ഏത് വർഷമാണ്? 1855. ഓക്കെ, 1855. ദെൻ പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി വിപ്ലവവും ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവവും ഉണ്ട്. സോ ആദ്യത്തെ പഴശ്ശി കലാപം ഏത് വർഷമായിരുന്നു? 1793 മുതൽ 1797 വരെ. ഓക്കെ, ദെൻ രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അപ്പോൾ ഇവിടെ വർഷങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഇവിടെ ആദ്യം വരുന്നത് അല്ലെ, ആദ്യം നടന്നത് ഏതാണ്? സന്യാസി കലാപം. ഓക്കെ, അപ്പോൾ ബി നമ്മൾ കണ്ടിട്ട് എഒ സിഒ ആണ് കറക്റ്റ് ആൻസർ. ദെൻ തുടർന്ന് 1770 സന്യാസി കലാപം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് വരുന്നത്? പഴശ്ശി കലാപമാണ് അല്ലെ, 1793. അതിൽ നിന്ന് നമുക്ക് നേരെ ആൻസറിലോട്ട് എത്തിച്ചേരാനായി കഴിയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. രണ്ടാമത് വരുന്നത് പഴശ്ശി കലാപം, മൂന്നാമത് വരുന്നത് കുറിച്യ ലഹള 1812. ദെൻ അവസാനം വരുന്നത് സന്താൽ കലാപം 1855. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു. ഓപ്ഷൻ ബി നദിയുടെ ഉപരിഘട്ടത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഓപ്ഷൻ സി ഉപരിഘട്ടത്തിലെ പർവ്വത ഉയരങ്ങളിൽ ഓക്സോബോ തടാകങ്ങൾ കാണപ്പെടുന്നു. ഓപ്ഷൻ ഡി സൂക്ഷ്മമായ മണൽ തരികളാൽ സമ്പന്നമാണ് നദികളുടെ ഉപരിഘട്ടം. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഉപരിഘട്ടത്തിൽ നിരവധി റെല്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നദികളുടെ ഉപരിഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്.
ഓക്കെ, അപ്പോൾ സിന്ധു നദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിന്ധു നദിയൊക്കെ കറണ്ട് അഫെയറിൽ വരെ വരുന്ന വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം സിന്ധു നദിയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത ഇത് ഡിലീഷനിലോട്ട് പോയ ചോദ്യമാണ്. കാരണം അവിടെ സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികളുമായി മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഓപ്ഷൻ എ രവി, ബിയാസ്, സത്ലജ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ചലോം, ചിനാബ്, ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് സിന്ധുവിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. സോ സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ് കൂട്ടുകാരെ? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് സിന്ധു നദിയുടെ ഉത്ഭവം. ദെൻ ഇന്ത്യയിൽ എത്ര കിലോമീറ്റർ സിന്ധു നദി ഒഴുകുന്നുണ്ട്? 709 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ഇന്ത്യയിൽ 709 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. ദെൻ സപ്ത സിന്ധുക്കൾ എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, സരസ്വതി, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഒന്നും കൂടെ, സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഈ ഒരു ചോദ്യവും സെയിം പാറ്റേണിൽ തൊട്ട് മുന്നത്തെ ചോദ്യ പേപ്പറിലൊക്കെ വന്ന ഒരു ചോദ്യമാണ്, സെയിം ചോദ്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്തിച്ചേരാനായി കഴിയും. ഓപ്ഷൻ എ, ഓരോ 175 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓപ്ഷൻ ബി, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓപ്ഷൻ സി, ഓരോ 175 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ താപം കൂടുന്നു. ഓപ്ഷൻ ഡി, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കൂടുന്നു. സോ ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി, ഓരോ 165 മീറ്റർ ഉയരത്തിനും എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. അവിടെ കൂട്ടുകാർ കൃത്യമായിട്ട് അവിടെ അത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 10th one, 10ാമത്തെ ചോദ്യം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായി കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ, ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ഓപ്ഷൻ ബി, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ പ്രദേശം. ഓപ്ഷൻ സി, സാവന്ന കാലാവസ്ഥാ പ്രദേശം. ഓപ്ഷൻ ഡി, തുണ്ട്ര കാലാവസ്ഥാ പ്രദേശം. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ഓക്കെ, സോ അത് അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ, ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ, താപ്തി. ഓപ്ഷൻ ബി, നർമ്മദ. ഓപ്ഷൻ സി, സോൺ. ഓപ്ഷൻ ഡി, ബത്വ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ദുന്ദർ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ദുവാന്തർ വെള്ളച്ചാട്ടം എന്നും പറയും. ഓക്കെ, സോ അത് കാണപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ് കാണപ്പെടുന്നത്. ഓക്കെ, നർമ്മദ നദി, ഓപ്ഷൻ ബി. ദെൻ ഇതോടൊപ്പം തന്നെ മറ്റ് ചില ഫാക്ട്സുകൾ പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് സുഹൃത്തുക്കളെ? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, യെസ്, കറക്റ്റ്. ഓക്കെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലുത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം. ഓക്കെ, ജോഗ് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ശരാവതി നദിയിലാണ്. ദെൻ ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ഏത് വെള്ളച്ചാട്ടമാണ്? ചിത്രാങ്കോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ദ്രാവതി നദിയിലാണ് ചിത്രാങ്കോട്ട് വെള്ളച്ചാട്ടം. ഓക്കെ, ഇത്രയും അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി. ഓപ്ഷൻ എ, ബാക്ടോസെറെ കക്യുർബീറ്റ. ഓപ്ഷൻ ബി, ഡ്രോസോഫിലെ മെലനോഗസ്റ്റർ. ഓപ്ഷൻ സി,
മസ്ക ഡൊമസ്റ്റിക്ക, ഓപ്ഷൻ ഡി സെറ്റ്സെ ഫ്ലൈ. സോ ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? സെറ്റ്സെ ഫ്ലൈ ആണ്. ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി സെറ്റ്സെ ഫ്ലൈ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ലേ വളരെ ബുദ്ധിപരമായി നേരിടാവുന്നതേ ഉള്ളൂ. എന്താണ്? നെഗറ്റീവ് അടിക്കാതിരിക്കുക, മാക്സിമം നെഗറ്റീവ് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അറിഞ്ഞൂടെങ്കിൽ, അറിയാമെങ്കിൽ, ഷുവർ ഷോട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് അവിടെ എഴുതണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേയില, ഓപ്ഷൻ ബി കാപ്പി, ഓപ്ഷൻ സി ചോളം, ഓപ്ഷൻ ഡി കരിമ്പ്. അല്ലെ, അറബിക്ക കാപ്പി നമുക്കവിടെ റിലേറ്റ് ചെയ്യാം. അറബിക്ക കാപ്പി എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് സുഹൃത്തുക്കളെ? കേരളത്തിലെ ജില്ല. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാ? വയനാടാണ് കേട്ടോ. വയനാടിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാം. അതോടൊപ്പം തന്നെ വയനാട്ടിലൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ് കേട്ടോ. കർണാടക. ഓക്കെ, കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കർണാടക. സോ അതവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സൗരോർജം, ഓപ്ഷൻ ബി വേലിയോർജം, ഓപ്ഷൻ സി പെട്രോളിയം, ഓപ്ഷൻ ഡി കാറ്റിൽ നിന്നുമുള്ള ഊർജം. അപ്പോൾ 8ാം ക്ലാസ്സിലെ മാറി വന്ന SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ഒരു ഫാക്റ്റാണ്. കോമൺ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്റ്റും കൂടെയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉൾപ്പെടാത്തത് എന്നാണ്. സോ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് സുഹൃത്തുക്കളെ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് നോക്കാം. അതായത് പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളെയാണ് എന്തെന്ന് പറയുന്നത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല, അല്ലേ? ദെൻ അതുപോലെ തന്നെ സോളാർ, ദെൻ കാറ്റ്, അല്ലേ? ഇതൊക്കെ എന്താണ്? നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. സോ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളുകളാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ എക്സാമ്പിളാണ്. ദെൻ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ, അതിനെ പറയുന്ന പേരാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൽക്കരി, പെട്രോളിയം, ഫോസിൽ ഇന്ധനങ്ങൾ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുടെ എക്സാമ്പിൾ ആണ്. സോ രണ്ടും കൂട്ടുകാരൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ഒന്ന് നോക്കി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏത്? ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ദാവോസ്, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി പാരീസ്. ഓക്കെ, സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ദാവോസ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ ദാവോസ്. ദെൻ അടുത്ത ചോദ്യം നോക്കി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി നമ്മൾ പറഞ്ഞു. അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ദാവോസ്. അടുത്ത 16ാമത്തെ ചോദ്യം നോക്കി. പേറ്റന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ എന്തെല്ലാം? 1 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നു. ഇവ വായ്പ നൽകുന്നു. ഡെബിറ്റ് കാർഡ് നൽകുന്നില്ല. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. സോ ഇവിടെ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട് 16ാമത്തെ ചോദ്യം. കാരണം അവിടെ 1 ലക്ഷമല്ല 2 ലക്ഷമാണ് വരേണ്ടത്. എങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാമായിരുന്നു. അത് 1ാമത്തതും 4ാമത്തതുമാണ് ശരി. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. 2 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നു. ഇതാണ് പേറ്റന്റ് ബാങ്കുകളുടെ സവിശേഷത. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ 17ാമത്തെ ചോദ്യം ഒന്ന് നോക്കി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? എ 9ാം പഞ്ചവത്സര പദ്ധതി, ബി 8ാം പഞ്ചവത്സര പദ്ധതി, സി 7ാം പഞ്ചവത്സര പദ്ധതി, ഡി 10ാം പഞ്ചവത്സര പദ്ധതി. സോ ഏത് പഞ്ചവത്സര കാലയളവിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സോ സുഹൃത്തുക്കളെ അവിടെ നമുക്ക് കുറച്ച് ഫാക്ട്സ് അറിയാം. സോ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ
വർഷം 1992 മുതൽ 1997 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ദെൻ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാനുഷിക വികസനം. ഓക്കെ, മാനുഷിക വികസനം എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ദെൻ പഞ്ചായത്തി രാജ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദെൻ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ഓക്കെ നിലവിൽ വരുന്നത് ഏത് പഞ്ചവത്സര കാലത്താണ്? 9ാം പഞ്ചവത്സര കാലത്താണ്. അതോടൊപ്പം തന്നെ 2ാം ആണവ പരീക്ഷണവും നടക്കുന്നത് 9ാം പഞ്ചവത്സര കാലയളവിലാണ്. ഇത്രയും അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്തത് നോക്കിയേ, അടുത്തത് വരുന്നത് 18ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ എ ഉദ്ഗം ഉദ്ഗൽ, ഓപ്ഷൻ ബി സഞ്ജയ സാഖ്യ, ഓപ്ഷൻ സി സാരഥി പ്രവാഹ്, ഓപ്ഷൻ ഡി സുലേഖ സേവന. സോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി സാരഥി പ്രവാഹ് എന്നുള്ളതാണ്. സോ അത് അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, 19ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ സ്റ്റാർലൈനർ, ഓപ്ഷൻ ബി ഡിസ്കവറി, ഓപ്ഷൻ സി കൊളംബിയ, ഓപ്ഷൻ ഡി ഡ്രാഗൺ. ഓക്കെ, അവർ തിരിച്ചു വന്ന പേടകത്തിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡ്രാഗൺ എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊന്നും അറിയാം. ഓക്കെ, ഇവരുടെ യാത്ര ഏതിലായിരുന്നു? ബോയിങ് സ്റ്റാർലൈനർ അല്ലെ, അവിടെ ഓപ്ഷൻ എ നൽകിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ ഉത്തരം. അവർ പോയത് ബോയിങ് സ്റ്റാർലൈനർ എന്ന് പറയുന്ന പേടകത്തിലാണ്. 8 ദിവസത്തേക്കായിരുന്നു പോയത്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ വന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ 9 മാസത്തോളം തങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അവർ തിരികെ വന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ അല്ലെങ്കിൽ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകത്തിലാണ് അവർ തിരികെ വന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കി, 20ാമത്തെ ചോദ്യം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുമുള്ള അംഗം? ഓപ്ഷൻ എ കെ എ മുഹമ്മദ്, ഓപ്ഷൻ ബി പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഓപ്ഷൻ സി എ കെ മേനോൻ, ഓപ്ഷൻ ഡി കെ മാധവ മേനോൻ. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ കെ എ മുഹമ്മദ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് അറിയാം തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? ഒന്നാമത്തത് പട്ടം താണുപിള്ള, ദെൻ ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ദെൻ പി ടി ചാക്കോ, കെ എ മുഹമ്മദ്. ഇത്രയും പേരുമാണ് തിരുവിതാംകൂറിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ. ദെൻ അതിൽ വനിത ആയിട്ട് വരുന്നത് ആനി മസ്ക്രിനും കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും, ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്നും, ഓപ്ഷൻ സി അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. സോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റഷ്യൻ വിപ്ലവത്തിൽ നിന്നുമാണ്. ഓക്കെ, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 കാര്യങ്ങളും കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ 7 വർഷം, ഓപ്ഷൻ ബി 5 വർഷം, ഓപ്ഷൻ സി 10 വർഷം, ഓപ്ഷൻ ഡി 12 വർഷം. ഓക്കെ, ഇവിടെ 7 വർഷം എന്നുള്ള ആൻസർ വേണം തിരഞ്ഞെടുക്കാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ 73ാം ഭേദഗതി, ഓപ്ഷൻ ബി 44ാം ഭേദഗതി, ഓപ്ഷൻ സി 42ാം ഭേദഗതി, ഓപ്ഷൻ ഡി 52ാം ഭേദഗതി. സോ ഇവിടെ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി 42ാം ഭേദഗതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. സോ നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് അറിയാം. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1900
1977. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളൊക്കെ പഠിക്കേണ്ടി വരും അല്ലെ PSC പഠിക്കാൻ നേരത്തെ. അപ്പോൾ അതിനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എല്ലായ്പ്പോഴും ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ആ ഒരു പാസ് ചെയ്യുന്ന സ്ഥലം വീട്ടിൽ കാണുമല്ലോ. സോ അവിടെ ഒന്ന് സ്റ്റിക്ക് നോട്ടിൽ എഴുതി എന്ത് ചെയ്തോളുക, ഈ വർഷങ്ങളൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ അതൊരു 5ഓ 6ഓ തവണ നിങ്ങൾ പോലും അറിയാതെ ഒന്ന് അതിലൂടെ കടന്നു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൽ അത് ഫീഡ് ആയിക്കോളും. ഓക്കെ, സോ അവിടെ 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1977. അതോടൊപ്പം തന്നെ 44ാം ഭേദഗതി. ഓക്കെ, 44ാം ഭേദഗതി 44ാം ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ, ദെൻ 42ാം ഭേദഗതിയെ അറിയപ്പെടുന്നത് മറ്റൊരു പേരും കൂടെയുണ്ട്. എന്താണ് കൂട്ടുകാരെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി. അതോടൊപ്പം തന്നെ ഈ ഒരു 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അവിടെ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ ഒന്നും കൂടെ 52ാം ഭേദഗതി. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ദെൻ 73ാം ഭേദഗതി. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. 73ാം ഭേദഗതി 1993 പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത് 73ാം ഭേദഗതിയിലൂടെ. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഫിഷറീസ്, ഓപ്ഷൻ ബി കാർഷിക വരുമാന നികുതി, ഓപ്ഷൻ സി വില നിയന്ത്രണം, ഓപ്ഷൻ ഡി ലോട്ടറി. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ലോട്ടറി എന്നുള്ളതാണ്. ഓക്കെ, സോ അത് അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കർണാടക. സോ ഏതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആസാം. ഓപ്ഷൻ എ ആസാം ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. അടുത്ത നോക്കി ക്രമത്തിൽ എഴുതുക. നമ്മൾ ആ ചോദ്യം കാണുമ്പോൾ വിചാരിക്കും അയ്യോ എന്താണ് വീണ്ടും ബോക്സ്. വളരെ സിമ്പിൾ ആണ്, ഒരു ലോജിക്ക് വെച്ച് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കിയേ, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ തൊട്ടപ്പുറത്തെ കോളത്തിൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എന്തുണ്ട്? ലോകാരോഗ്യ ദിനമായിട്ടുള്ളത്. സോ അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നോക്കിയേ, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അവിടെ എന്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതായിരിക്കും? അവകാശങ്ങൾ എന്നുള്ള വേർഡ് തൊട്ടിപ്പുറത്തുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. എന്താണ്? മനുഷ്യാവകാശ ദിനമായിട്ടുള്ളത്. സോ അതായിരിക്കും കറക്റ്റ് ഉത്തരം. ദെൻ നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഭൂമി. സോ ഭൗമദിന പ്രമേയം 2025. ദെൻ തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ ദിനവുമായിട്ടുള്ളത്. സോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ. സോ ഇത്തരത്തിൽ നമുക്കൊരു ലോജിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്തിച്ചേരുവാനായി കഴിയും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. 27ാമത്തെ ചോദ്യം. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ നേർവഴി, ഓപ്ഷൻ ബി ഉണർവ്, ഓപ്ഷൻ സി കർമ്മചാരി പദ്ധതി, ഓപ്ഷൻ ഡി ബീറ്റ്സ് പദ്ധതി. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഇല്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഓക്കെ, ക്യാൻസൽ ചെയ്യപ്പെടാനായിട്ടുള്ള കാരണം ഈ രണ്ട് പദ്ധതികളും നേർവഴിയും അതുപോലെ തന്നെ ഉണർവും. ഓക്കെ, ഇവ രണ്ടും എന്താണ്? ഇവ രണ്ടും ഈ ലഹരി വിമുക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, നേർവഴി എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ ലഹരി തടയാനായിട്ട് എക്സൈസിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നേർവഴി എന്ന് പറയുന്നത്. ദെൻ ഉണർവ് എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിലൊക്കെ നടപ്പാക്കുന്ന പദ്ധതിയുമാണ് ഉണർവ് എന്ന് പറയുന്നത്. സോ രണ്ടും റിലേറ്റഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ 28ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? എ ജനങ്ങളുടെ കോടതി, ബി മുൻസിഫ് കോടതി, സി മജിസ്ട്രേറ്റ് കോടതി,
ഡി ഇവയൊന്നിലും പെടുന്നില്ല. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതി എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ജനങ്ങളുടെ കോടതി അല്ലെങ്കിൽ ഈ ലോക് അദാലത്ത് എന്ന് ആ ഒരു വേർഡിന്റെ അർത്ഥം എന്താണ്? അതായത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധിക പണച്ചെലവില്ലാതെ നീതി ലഭിക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഒന്നാണ് ഈ ഒരു ലോക് അദാലത്ത് എന്ന് പറയുന്നത്. അത് ഗാന്ധി തത്വത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ ലോക് അദാലത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് കേസ് പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ലോക് അദാലത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതി. ദെൻ അടുത്ത 29ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ഓപ്ഷൻ എ അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ബി റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം നോക്കിയേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഓപ്ഷൻ എ വയനാട് ഇടുക്കി, ഓപ്ഷൻ ബി കൊല്ലം കോട്ടയം, ഓപ്ഷൻ സി പത്തനംതിട്ട തൃശ്ശൂർ, ഓപ്ഷൻ ഡി പാലക്കാട് വയനാട്. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട് വയനാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ പാലക്കാട് വയനാട്. സോ അടുത്ത ചോദ്യം നോക്കിയേ. 31ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ ഉമ്മൻചാണ്ടി, ഓപ്ഷൻ ബി അച്യുതാനന്ദൻ, ഓപ്ഷൻ സി പിണറായി വിജയൻ, ഓപ്ഷൻ ഡി AK ആന്റണി. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി VS അച്യുതാനന്ദൻ. ഓക്കെ, സോ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം 2007. ഓക്കെ, 2007 മെയ് 4-ാം തീയതിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, ഓക്കെ, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, ദെൻ ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ഷാജഹാൻ, ഓപ്ഷൻ ബി രാജീവ് കുമാർ, ഓപ്ഷൻ സി പ്രണബ് ജ്യോതിനാഥ്, ഓപ്ഷൻ ഡി ജ്ഞാനേഷ് കുമാർ. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഷാജഹാൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ആനയറ, ഓപ്ഷൻ ബി കുട്ടനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി വയനാട്. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആനയറ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? ഓപ്ഷൻ എ ജനറൽ ആശുപത്രികൾ, ഓപ്ഷൻ ബി താലൂക്ക് ആശുപത്രികൾ, ഓപ്ഷൻ സി മെഡിക്കൽ കോളേജുകൾ, ഓപ്ഷൻ ഡി സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി മെഡിക്കൽ കോളേജുകൾ. അല്ലെ, മെഡിക്കൽ കോളേജിൽ കുറച്ച് ഹൈ ലെവൽ ആയിട്ടുള്ള, സോ ആ രീതിയിൽ ചിന്തിച്ചാൽ അവിടെ ഉത്തരം കിട്ടും. അടുത്ത നോക്കിയേ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി മാർഗമാണ്? ഓപ്ഷൻ എ മത്സ്യങ്ങൾ, ഓപ്ഷൻ ബി പക്ഷികൾ, ഓപ്ഷൻ സി സസ്തനികൾ, ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ. സോ അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ. ഓക്കെ, അടുത്ത 36ാമത്തെ ചോദ്യം. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം, ഓപ്ഷൻ ബി പേവിഷബാധ, ഓപ്ഷൻ സി എയ്ഡ്സ് ബോധവൽക്കരണം, ഓപ്ഷൻ ഡി കോവിഡ് പ്രതിരോധം. സോ സുഹൃത്തുക്കളെ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം. അടുത്ത 37ാമത്തെ ചോദ്യം നോക്കിയേ. പെലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? പെലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ B3, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ കെ,
ഓപ്ഷൻ ഡി വിറ്റാമിൻ B12. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷകളിലെല്ലാം ഇത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ B3. അടുത്ത ബാക്കിയൊന്നും നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി നോക്കിയേ, വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി അല്ലെ? സ്കർവി എന്നുള്ള രോഗം വിറ്റാമിൻ സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അടുത്ത നോക്കിയേ, വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അടുത്ത വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അതായത് രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ദെൻ വിറ്റാമിൻ B12. വിറ്റാമിൻ B12ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമ എന്ന് പറയും. പെർനീഷ്യസ് അനീമിയ. അടുത്ത വിറ്റാമിൻ B1. വിറ്റാമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബെറിബെറി. ദെൻ വിറ്റാമിൻ B9ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇത്രയും കാര്യങ്ങൾ സുഹൃത്തുക്കൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 38ാമത്തെ ചോദ്യം. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി ഗോൾഗി വസ്തുക്കൾ, ഓപ്ഷൻ സി ലൈസോസോമുകൾ, ഓപ്ഷൻ ഡി പേനങ്ങൾ. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. അതായത് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം നോക്കിയേ. അപ്പോൾ അടുത്ത ചോദ്യം പോകുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പറയാം. അതായത് കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിലെ ഊർജ നിലയം മൈറ്റോകോൺട്രിയ. ദെൻ ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലൈസോസോമുകൾ എന്ന് പറയുന്നത്. ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലൈസോസോമുകൾ. ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് ലൈസോസോമുകൾ. ജന്തുകോശങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് ലൈസോസോമുകൾ. അതോടൊപ്പം തന്നെ കോശത്തിനുള്ളിൽ അന്യവസ്തുക്കൾ പ്രവേശിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ദഹന വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഏതിലാണ്? ലൈസോസോമുകളിൽ. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, എംഫസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? ഓപ്ഷൻ എ രോഗാണുബാധ, ഓപ്ഷൻ ബി ജീവകങ്ങളുടെ അപര്യാപ്തത, ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ്, ഓപ്ഷൻ ഡി ഹോർമോൺ വ്യതിയാനം. ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ്. ഓക്കെ, എംഫസിമ എന്ന അസുഖം ബാധിക്കുന്ന അവയവം ഏത്? ഇത്തരത്തിലുള്ള ചോദ്യം വരാറുണ്ട്. സോ ഏത് അവയവമാണ്? ശ്വാസകോശമാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ, AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഓപ്ഷൻ എ A+, B+, AB പോസിറ്റീവ്, O പോസിറ്റീവ്. ഓപ്ഷൻ ബി A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. ഓപ്ഷൻ സി AB നെഗറ്റീവ് മാത്രം, ഓപ്ഷൻ ഡി O നെഗറ്റീവ് മാത്രം. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പറയാം. കൂടുതൽ രക്തഗ്രൂപ്പുകളുള്ള ഏത് രക്തഗ്രൂപ്പാണ്? കൂടുതൽ രക്തഗ്രൂപ്പുകളുള്ള ഏവയാണ്? O പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ കുറവ് രക്തഗ്രൂപ്പ് ഉള്ളത് ഏതാണ്? AB നെഗറ്റീവ് ആണ്. ദെൻ സാർവത്രിക ദാതാക്കൾ എന്നറിയപ്പെടുന്ന ആരാണ്? O ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഏതാണ്? AB ഗ്രൂപ്പാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? മന്ദരോഗത്തിൻ്റെ രോഗകാരികളാണ് വിച്ചറേറിയ ബക്രോഫിറ്റി എന്ന വിരകൾ. രണ്ടാമത്തത്, മന്ദരോഗം പരത്തുന്നത് അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. അടുത്തത്, പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ ലിംഫോസ്റ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. നാലാമത്തത്, ജനിതക വൈകല്യങ്ങളാണ് മന്ദരോഗത്തിൻ്റെ പ്രധാന കാരണം.
ഓപ്ഷൻ എ 1 2 ശരിയാണ്, ഓപ്ഷൻ ബി 1 2 3 ശരിയാണ്, ഓപ്ഷൻ സി 1 3 ശരിയാണ്, ഓപ്ഷൻ ഡി 4 മാത്രം ശരിയാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 1 3 ശരിയാണ്. അതായത് മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് ഉച്ചറേറിയ ബാങ്ക്രോഫിറ്റി എന്ന വിരകൾ. ഓക്കെ, അതായത് ഈ ഫൈലേറിയ വിരകളുടെ ശാസ്ത്രീയ നാമമാണ് എന്തെന്ന് പറയുന്നത്, ഉച്ചറേറിയ ബാങ്ക്രോഫിറ്റി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. ആ രണ്ടുമാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ, 42ാമത്തെ ചോദ്യം. പരിണിത ഫലം അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഏതാണ്? സോ എന്താണ് ഈ പരിണിത ഫലം അല്ലെങ്കിൽ എന്താണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു വസ്തുവിൽ ഒരേ സമയം പ്രയോഗിക്കുന്ന എല്ലാ ബലങ്ങളുടെയും ആകെത്തുക, ഒരു സമയത്ത് ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന എല്ലാ ബലങ്ങളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്, പരിണിത ഫലം അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അത് 0 ഗ്രാഫ് ഏത്, അതാണ് ഇവിടുത്തെ ചോദ്യം. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ എ പ്രകാശ തരംഗം, ഓപ്ഷൻ ബി റേഡിയോ തരംഗം, ഓപ്ഷൻ സി ശബ്ദ തരംഗം, ഓപ്ഷൻ ഡി ഗാമ തരംഗം. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ശബ്ദ തരംഗം. ഓക്കെ, പ്രേഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ മീഡിയം എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ മാധ്യമത്തിന് സഞ്ചരിക്കാൻ തരംഗങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രേഷണം ഏതാണ്? സോ ഏതാണത്? അത് ഓപ്ഷൻ സി ശബ്ദ തരംഗമാണ് വരുന്നത്. അടുത്ത നോക്കിയേ, അപ്പോൾ ആ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ സി ശബ്ദ തരംഗം. 44ാമത്തെ ചോദ്യം നോക്കിയേ, ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചിത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? അവിടെ 8 ന്യൂട്ടൺ, 10 kg, 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് ഫോഴ്സുകൾ എന്ത് ചെയ്യുകയാണ്, 10 കിലോയുള്ള ഏതോ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്നു. സോ അവിടെ ആ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എത്രയാണ്, അതാണ് ചോദ്യം. സോ ഇതൊരു ഫിസിക്സിൽ മാത്തമെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ആദ്യം ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കണം, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പരിണിത ഫലം കണ്ടുപിടിക്കണം. സോ പരിണിത ഫലം കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോഴ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് ഫോഴ്സുകൾ കുറയ്ക്കണം. 20 ന്യൂട്ടൺ മൈനസ് 8 ന്യൂട്ടൺ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ന്യൂട്ടൺ എന്ന് ലഭിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ ഒരു ത്വരണം കണ്ടുപിടിക്കണം. ത്വരണം കണ്ടുപിടിക്കാനായിട്ട് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിലെ ഒരു ഇക്വേഷൻ ഉണ്ട്, F ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അതായത് എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് ഇൻറ്റു ത്വരണം. ഓക്കെ, സോ അതിൽ നമുക്ക് ആക്സിലറേഷൻ അഥവാ ത്വരണമാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരും? F ബൈ എം എന്ന് വരും. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് 12 ബൈ ഇവിടെ എം എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമുക്ക് തന്നിട്ടുണ്ട് 10. സോ 12 ബൈ 10. ആൻസർ എത്ര വരുന്നു? ആൻസർ 1.2 മീറ്റർ പെർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ, 1.2 മീറ്റർ പെർ സ്ക്വയർ. ഓക്കെ, അടുത്ത 45ാമത്തെ ചോദ്യം നോക്കിയേ. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രയാൻ 3, ഓപ്ഷൻ ബി റിസാറ്റ്, ഓപ്ഷൻ സി ആദിത്യ L1, ഓപ്ഷൻ ഡി മംഗൾയാൻ. ഇത് ഇത്രയുമാണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1. ഓക്കെ, സോ ആദിത്യ L1ുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അല്ലെ. ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഏത് വാഹനത്തിലാണ് അല്ലെങ്കിൽ ഏത് റോക്കറ്റാണ് ഉപയോഗിച്ചത്? PSLV C-57 എന്ന് പറയുന്ന പേടകത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ദെൻ സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ 5 വർഷം സൂര്യനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. സൂര്യനെ പറ്റി പഠിക്കുവാനും 5 വർഷം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരിക. ദെൻ
46-ാമത്തെ ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലേഡ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലേഡ് എന്താണ്? ഓപ്ഷൻ എ ചിഹ്നഗ്രഹം, ഓപ്ഷൻ ബി സസ്തനി, ഓപ്ഷൻ സി ഉൽക്ക, ഓപ്ഷൻ ഡി മാൽവെയർ. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മാൽവെയർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ ആണത്. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ, ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ ഏതാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 10. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 16. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. KLMN അല്ലേ, സബ് ഷെല്ലുകളുടെ ആ ഒരു നമ്പറുകൾ അറിഞ്ഞിരിക്കണം. കെയിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 16 ഇലക്ട്രോണുകൾ കൊള്ളും. അപ്പോൾ ഇവിടെ എം ഷെല്ലിൽ 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 + 8 + 6 എത്ര വരുന്നു? 16 വരുന്നു. അതവിടെ അറിഞ്ഞിരിക്കുക. ദെൻ എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? 32 ഇലക്ട്രോണുകൾ ആയിരിക്കും ഉണ്ടാവുക. സോ ആ രീതിയിൽ അവിടെ നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരുവാനായി കഴിയും. അടുത്ത 48-ാമത്തെ ചോദ്യം നോക്കിയേ, ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 അറ്റോമിക പ്രഷറിൽ, അറ്റോമിക മാസ് യൂണിറ്റിലാണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ എ 10 അറ്റോമിക മാസ് യൂണിറ്റ്, ഓപ്ഷൻ ബി 5 അറ്റോമിക മാസ് യൂണിറ്റ്, ഓപ്ഷൻ സി 2.6 അറ്റോമിക മാസ് യൂണിറ്റ്, ഓപ്ഷൻ ഡി 1.3 അറ്റോമിക മാസ് യൂണിറ്റ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ബോയിൽ നിയമമാണ്. ബോയിൽ നിയമമൊക്കെ എന്താണെന്ന് അറിയാം. നമ്മുടെ ബലൂണൊക്കെ വീർപ്പിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഈ ഒരു ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ P1V1 = P2V2 എന്നുള്ളൊരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനായിട്ടുള്ള? P2 ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ള. ഓക്കെ, സോ P2 ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ള. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ തുകകൾ ഇവിടെ തന്നിട്ടുണ്ട്. 1.3 × 10/2.6 എന്ന് വരും. ആൻസർ എത്ര വരും സുഹൃത്തുക്കളെ? 5 ATM എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, 5 ATM അല്ലെങ്കിൽ 5 അറ്റോമിക മാസ് യൂണിറ്റ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. P1V1 = P2V2 ബോയിൽ നിയമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത 49-ാമത്തെ ചോദ്യം നോക്കിയേ, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ലീച്ചിങ്, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി കഴുകിയെടുക്കുക. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കാന്തിക വിഭജനം, ഓപ്ഷൻ എ. അടുത്ത നോക്കിയേ, കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. ഓപ്ഷൻ എ ഇൽമിനേറ്റ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാർബൺ. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ഇൽമിനേറ്റ്. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഇൽമിനേറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി കാൽഷ്യം കാർബൈഡ്, ഓപ്ഷൻ ഡി കാൽഷ്യം നൈട്രേറ്റ്. സോ അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി കാൽഷ്യം കാർബൈഡ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിയേ, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ ബി മുരളി ചിരോത്ത്, ഓപ്ഷൻ സി നേമം പുഷ്പരാജ്, ഓപ്ഷൻ ഡി കരിവെള്ളൂർ മുരളി. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി മുരളി ചീരോത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷം എന്നാണ് സുഹൃത്തുക്കളെ? 1662. 1662
കേരള ലളിതകലാ അക്കാദമി നിലവിൽ വരുന്നത്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലുള്ള ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. ദെൻ ആദ്യത്തെ ചെയർമാൻ രാമവർമ്മ രാജയാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ രാമവർമ്മ രാജ. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത 53ാമത്തെ ചോദ്യം നോക്കിയേ. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവ്ലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ എ നവദീപ് സിംഗ്, ഓപ്ഷൻ ബി നിതേഷ് കുമാർ, ഓപ്ഷൻ സി ഹർവീന്ദർ സിംഗ്, ഓപ്ഷൻ ഡി പ്രവീൺ കുമാർ. ഏതാണ് സുഹൃത്തുക്കളെ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നവദീപ് സിംഗ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ നിതീഷ് കുമാർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. അതോടൊപ്പം തന്നെ ഹർവീന്ദർ സിംഗ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ പ്രവീൺ കുമാർ ഹൈ ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഈ 2024 പാരാലിമ്പിക്സ് നടന്ന വേദി ഏതാണ് സുഹൃത്തുക്കളെ? 2024 പാരാലിമ്പിക്സ് നടന്ന വേദി ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസിലെ പാരീസിലാണ് 2024 പാരാലിമ്പിക്സിന്റെ വേദി. ഇന്ത്യയുടെ നേട്ടം എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ നേട്ടം 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലത്തോടു കൂടി 29 മെഡലുകൾ ഇന്ത്യ കരസ്ഥമാക്കുന്നുണ്ട്. ഏറ്റവും മെഡലുകൾ കരസ്ഥമാക്കിയത് ചൈനയാണ്. 1ാം സ്ഥാനത്ത് ചൈനയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 54 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ SK പൊറ്റക്കാട് 1982, ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള 1984, ഓപ്ഷൻ സി ONV കുറുപ്പ് 2009, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ 1998. സോ ഏതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടുന്നത്. ഏത് കൃതിക്കാണ് സുഹൃത്തുക്കളെ? ഏത് കൃതിക്കാണ് കിട്ടുന്നത്? കയർ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത്. ദെൻ ആദ്യമായി ജ്ഞാനപീഠം പുരസ്കാരം നേടുന്ന മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ദെൻ രണ്ടാമത് ആർക്കാണ്? SK പൊറ്റക്കാടിനാണ് രണ്ടാമത്. 1980 ഒരു ദേശത്തിൻ്റെ കഥ. അതുപോലെ തന്നെ മൂന്നാമതാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 കയർ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. അടുത്ത 55ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ നൽകിയിരിക്കുന്നത് കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, രണ്ടാമത് നൽകിയിരിക്കുന്ന വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം, മൂന്നാമത് നൽകിയിരിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, നാലാമത് നൽകിയിരിക്കുന്ന അയ്യങ്കാളി സമത്വ സമാജം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 3ഉം. സോ ഇവിടത്തെ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കാനായിട്ടാണ്. ഏതാണ്? ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികളല്ല. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ദെൻ അതോടൊപ്പം തന്നെ സമത്വ സമാജം ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അവിടുത്തെ ശരിയല്ലാത്തവ. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി 2ഉം 4ഉം. ഓക്കെ, അടുത്ത 56ാമത്തെ ചോദ്യം നോക്കിയേ. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ വക്കം, ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്, ഓപ്ഷൻ സി ചെറുതുരുത്തി, ഓപ്ഷൻ ഡി കോഴിക്കോട്. സോ രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ഇല്ലിക്കുന്ന് എന്ന് പറയുന്നത് തലശ്ശേരിയിലുള്ള ഒരു പ്ലേസ് ആണ് ഇല്ലിക്കുന്ന്. ദെൻ ഈ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്?
1847. 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത്. ദെൻ ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന ആളാണ് രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, 57ാമത്തെ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? ഒന്നാമത് നൽകിയിരിക്കുന്നു സോഫിയ ഖുറേഷി, രണ്ടാമത് ഹിമാൻഷി നർവാൾ, മൂന്നാമത് വോമിക സിംഗ്, നാലാമത് അഷന്യ ദ്വിവേദി. സോ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 4ഉം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി 3ഉം 4ഉം. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. അതായത് സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏത് വർഷമായിരുന്നു? 2025, കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് മാസം 7-ാം തീയതി. അതോടൊപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. 26 സിവിലിയൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഭീകരവാദികൾ വധിക്കുന്നുണ്ട്. അതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഓപ്ഷൻ എ അഡ്വക്കേറ്റ് കുഞ്ഞായിഷ, ഓപ്ഷൻ ബി പി സതീദേവി, ഓപ്ഷൻ സി AK പ്രേമജം, ഓപ്ഷൻ ഡി VR മഹിളാ മണി. ഓക്കെ, സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി പി സതീദേവി എന്നുള്ളതാണ്. 7ാമത്തെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. അടുത്ത ചോദ്യം നോക്കിയേ, ഇ ഗവേൺസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ സർക്കാരിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നടത്തുന്നത്, ഓപ്ഷൻ ബി സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നത്, ഓപ്ഷൻ സി ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്നത്, ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. സോ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേൺസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. ഏത്? അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാമിന് IT ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് അവിടെ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഏതാണ്? പ്രിൻ്റർ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏത്? അത് നമ്മൾ പറഞ്ഞു, പ്രിൻ്റർ. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? അത് ഓപ്ഷൻ ബി ആണ്, ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ. അത് നിങ്ങൾക്ക് ടോപ്പിക്കിലില്ല, ജസ്റ്റ് അവിടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ, കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ, ഓപ്ഷൻ ബി വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ, ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ, ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. സോ അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവര് ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനും. അപ്പോൾ 2025 എന്ത് ചെയ്യുന്നുണ്ട്? നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിന് ലഭിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ, അതുപോലെ തന്നെ എച്ച് ഡെവനോട്ട് എന്ന് പറയുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഭൗതിക നൊബേൽ സമ്മാനം 2025 ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കി, 63ാമത്തെ ചോദ്യം. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏവയാണ്? ഓപ്ഷൻ എ വില്ലോ, ഓപ്ഷൻ ബി
GPT-4o, ഓപ്ഷൻ സി ഗ്രോക്ക് 3, ഓപ്ഷൻ ഡി മജോറാന. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ വില്ലോയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്കിയേ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഓപ്ഷൻ ബി ഉപഭോക്തൃ സമിതി, ഓപ്ഷൻ സി ഉപഭോക്തൃ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. സോ അവിടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, സോ അത് പരിഷ്കരിച്ചതിൽ രൂപം കൊണ്ട സമിതി ഏതാണ്? ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അടുത്ത 65-ാമത്തെ ചോദ്യം നോക്കിയേ, പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഓപ്ഷൻ എ സെക്ഷൻ 22, ഓപ്ഷൻ ബി സെക്ഷൻ 17, ഓപ്ഷൻ സി സെക്ഷൻ 20, ഓപ്ഷൻ ഡി സെക്ഷൻ 24. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 22. സോ പോക്സോ ആക്ട് എന്താണെന്ന് അറിയാം നമുക്ക്. എന്നാണ് നിലവിൽ വന്നത്? 2012 നവംബർ 12-ാം തീയതിയാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. അതോടൊപ്പം തന്നെ ഭേദഗതി ചെയ്യുന്നുണ്ട്. ഏത് വർഷമാണ് ഭേദഗതി ചെയ്യുന്നത്? 2019 ഭേദഗതിയും ചെയ്യുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ പോക്സോ ഫുൾ ഫോം അറിയാലോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. ഓക്കെ, ദെൻ അടുത്ത 66-ാമത്തെ ചോദ്യം നോക്കിയേ, വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി അമേരിക്ക. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി സ്വീഡൻ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ഈ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക, ഈ ഒരു അപേക്ഷാ ഫീസിൻ്റെ അല്ലെങ്കിൽ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ് അപേക്ഷാ ഫീസ്. അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 67 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? എ അധ്യായം 3, ഓപ്ഷൻ ബി അധ്യായം 2, ഓപ്ഷൻ സി അധ്യായം 7, ഓപ്ഷൻ ഡി അധ്യായം 5. സോ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അധ്യായം 3. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക, അധ്യായം 2 എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് അധ്യായം 2 എന്ന് പറയുന്നത്. അധ്യായം 5 മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നൽകുന്നതാണ് അധ്യായം 5. അധ്യായം 7 മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അധ്യായം 7. അടുത്ത ചോദ്യം നോക്കിയേ, 2025 കബഡി ലോകകപ്പ് വേദി ഏത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി അയർലാൻഡ്, ഓപ്ഷൻ ഡി ജപ്പാൻ. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആണ്. ദെൻ പുരുഷ വിഭാഗം ജേതാവ് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു പുരുഷ വിഭാഗം ജേതാവ്. പുരുഷ വിഭാഗം കബഡി ലോകകപ്പിന്റെ ഫൈനലിൽ ആരായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ? ഇംഗ്ലണ്ട് ആയിരുന്നു. അതേസമയം തന്നെ വനിതാ വിഭാഗം ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ തന്നെയായിരുന്നു. എതിരാളികൾ ഇംഗ്ലണ്ട്. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ, 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. ഓപ്ഷൻ എ ഷാജഹാൻ കരുണ തിലക്, ഓപ്ഷൻ ബി ദാമൻ ഗൽഗർട്ട്, ഓപ്ഷൻ സി ഡഗ്ലസ് സ്റ്റുവർട്ട്, ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ്. സോ അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ് ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ബാനു മുഷ്താഖ്. ദെൻ അവിടെ ആ കൃതി ഏതായിരുന്നു? ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. അത് ഇംഗ്ലീഷിലോട്ട് തർജിമ ചെയ്തത് ദീപി ഫാസ്തി എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത 70-ാമത്തെ ചോദ്യം നോക്കിയേ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്?
ഒന്നാമത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, രണ്ടാമത്തെ ദാതാവ്, മൂന്നാമത്തെ മജിസ്ട്രേറ്റ്, നാലാമത്തെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ആരൊക്കെയാണ് ശരിയായിട്ടുള്ളത്? സേവനദാതാവും സംരക്ഷണ ഉദ്യോഗസ്ഥനുമാണ് അവിടെ വരേണ്ടത്. ഓക്കെ, അവിടെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു, 1ഉം 3ഉം, 2ഉം 3ഉം, 3ഉം 4ഉം എല്ലാം ശരി എന്നുള്ളതായിരുന്നു ഓപ്ഷൻസ്. പക്ഷേ അവിടെ എന്തായിരുന്നു, അവിടെ ഈ 2ഉം 4ഉം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് സേവനദാതാവും അതോടൊപ്പം തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥനുമാണ്. സോ കൂട്ടുകാർ എന്ത് ചെയ്തോളുക, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. സോ നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ, പഠിച്ച് മുന്നോട്ട് വരിക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.